ഇയാൾ എന്താണ് ഒരു ക്രിമിനൽ മനോഭാവമുള്ള ആളാണെന്നും ഇയാൾ പല കേസുകൾ പ്രതിയാണെന്നും പോലീസ് പറയുന്നുണ്ടല്ലോ. ആ കേസുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ സോന അവരുടെ അങ്ങേറ്റം സങ്കടകരമായ ഒരു ആത്മഹത്യാക്കുറിപ്പാണത്. അതിൽ മതപരിവർത്തനത്തിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു. അപ്പോൾ അവിടെ ഒരു റമീസിനുള്ള മറ്റു ബന്ധത്തെ പറ്റിയോ എന്തോ ഒരു ഇമ്മോറൽ ട്രാഫിക്കിനെ പറ്റിയോ സോന പറയുന്നുണ്ട്. പക്ഷേ അവൻ വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു. എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന് എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു. രജിസ്റ്റർ മാരേജ് നടത്തിത്തരാമെന്ന വ്യാജേന അവൻ്റെ വീട്ടിലെത്തിച്ചു കുടുംബക്കാരെ കൊണ്ട് മതം മാറി കല്യാണം അവൻ നടത്താമെന്ന് പറയിച്ചു. റമീസ് തൻ്റെ ചെയ്ത തെറ്റുകൾ അവൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എനിക്ക് അവരോട് അകൽച്ച ഉണ്ടാക്കി. പിന്നീട് ഇങ്ങനെ പറഞ്ഞു വന്ന വീണ്ടും എന്നെ തിരിച്ച് വീട്ടിലെത്തിച്ചു. മതം മാറാൻ സമ്മതിച്ച എന്നോട് പിന്നീടും റമീസും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തുടർന്നു. മതം മാറിയ മാത്രം പോരാ, തൻ്റെ വീട്ടിൽ നിൽക്കണമെന്ന് കർശനമായി പറഞ്ഞു. ചെയ്ത തെറ്റിന് ഒട്ടും തന്നെ കുറ്റബോധമോ എന്നോട് സ്നേഹമോ റമീസിൽ ഞാൻ കണ്ടില്ല. എന്നോട് മരിച്ചോളാൻ റമീസ് സമ്മതം നൽകി. വീട്ടിൽ ഇനി ഒരു ബാധ്യതയാകാൻ നിൽക്കുന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ റമീസ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ ഒരു ദ്രോഹ മനസ്സ് അതിലൊക്കെ കാണുന്നുണ്ട്. അയാൾക്കുള്ള മറ്റ് ബന്ധങ്ങൾ, ഈ പെൺകുട്ടിയോട് കാണിക്കുന്ന അകൽച്ചയിൽ വേദനിക്കുന്ന പെൺകുട്ടിയെ ചേർത്ത് പിടിക്കായ്മ, ഒരു പ്രണയത്തിൽ എന്തുണ്ടാവരുത് അതൊക്കെ ഈ പ്രണയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ റമീസ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയുള്ള കുറ്റങ്ങളെപ്പറ്റി പോലീസ് പറഞ്ഞത് എന്താണ് ലാൽ? റമീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അല്പം പ്രശ്നമുള്ളതാണ് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറഞ്ഞത്. അതായത് അടിപിടി അടക്കമുള്ള ചില കേസുകളിൽ റമീസ് ഉണ്ട്. മറ്റ് പല കേസുകളും നേരത്തെ തന്നെ കോംപ്രമൈസായി പോയതാണ്. നിലവിലുള്ള കേസുകളെല്ലാം തമ്മിത്തല്ല്, വഴക്ക് തുടങ്ങിയ രീതിയിലുള്ള കേസുകളാണ്. പക്ഷേ ഈ പെൺകുട്ടി ആരോപിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇവന് മറ്റ് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ ബന്ധമുണ്ട് എന്ന കാര്യം ഈ പെൺകുട്ടി കണ്ടെത്തിയതിന് ശേഷം അത് നിഷേധിക്കാൻ പോലും തയ്യാറായിരുന്നില്ല റമീസ് എന്ന് പറയുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ റമീസ് പറഞ്ഞത് പ്രണയം വേറെ സെക്സ് വേറെ എന്ന നിലപാടിൽ റമീസ് ഉറച്ചു നിന്നിരുന്നു എന്നുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അത് പെൺകുട്ടി ഈ റമീസിൻ്റെ വീട്ടുകാരെ അറിയിച്ചപ്പോഴും അവരൊരു താക്കീതിൽ മാത്രം ഒതുക്കി എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷമാണ് പെൺകുട്ടിയെ രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്ന ഓഫർ കൊടുത്തുകൊണ്ട് ആലുവയിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു എന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. ആ സംഭവത്തോടു കൂടിയാണ് ആ വീട്ടിൽ സുരക്ഷിതത്വ ബോധമില്ല എന്ന് തോന്നൽ ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്നതും കല്യാണത്തിന് ശേഷം നമുക്ക് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കണം എന്നൊരു ഡിമാൻഡ് പെൺകുട്ടി തന്നെ മുന്നോട്ട് വയ്ക്കുന്നതും. പക്ഷേ ആ ഒരു ഡിമാൻഡ് അംഗീകരിക്കാൻ റമീസ് ഒരു ഘട്ടത്തിൽ പോലും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പ്രധാനമായിട്ടും റമീസ് ആ സമയത്ത് പറഞ്ഞത് ഉമ്മയും വാപ്പയും ഉള്ള സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാൻ നമുക്ക് കഴിയില്ല, അവരെ നമ്മോടൊപ്പം ചേർത്ത് നിർത്തേണ്ടതാണ്, നിനക്ക് ഒരു കുഴപ്പമില്ലാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ളതാണ്. ഓൾറെഡി റമീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബന്ധത്തിൽ ഉലച്ചിലുകളുണ്ട്. അവനിലുള്ള വിശ്വാസ്യത പൂർണ്ണമായും ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടു എന്ന നിലയിൽ നിൽക്കുന്നതിനിടയിലാണ് ആ വീട്ടിലേക്ക് തന്നെ പോകണം എന്നൊരു ഡിമാൻഡ് വീണ്ടും റമീസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെല്ലാം എതിർത്തുകൊണ്ടാണ് പെൺകുട്ടി തൽക്കാലം രജിസ്റ്റർ മാരേജ് ശേഷം മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ അത് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ തയ്യാറായിരുന്നില്ല. ആ വാക്ക് തർക്കത്തിനൊടുവിലാണ് റമീസ് പറഞ്ഞത് നീ പോയി മരിച്ചാലും എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറയുന്നത്. അതോടുകൂടിയാണ് ഒരു പ്രണയം, ആ പ്രണയത്തിൽ ഉണ്ടാവുന്ന എല്ലാ പ്രണയത്തിലും ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഈ പ്രണയത്തിൽ ഉണ്ടാവരുതാത്ത ചില ഉണ്ടായി. അത് ആദ്യമായി ഉണ്ടാവുന്നതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ആവില്ല. ഒരു പക്ഷേ ഈ പറയുന്ന കാമുകൻ എന്ന് പറയുന്ന റമീസിന്, അല്ലെങ്കിൽ ബന്ധത്തിൽ നിൽക്കുന്ന പുരുഷനായ ആൺകുട്ടിയെ റമീസിന് ഇതര ബന്ധങ്ങൾ ഉണ്ടാവുന്നു, ഇമ്മോറൽ ട്രാഫിക് ഉണ്ട് എന്ന് സോന തന്നെ ആത്മഹത്യാക്കുറിപ്പ് പറയുന്നു. അത് ചൂണ്ടിക്കാട്ടി അത് ക്ഷമിച്ചു. പക്ഷേ ആ തെറ്റ് സമ്മതിക്കാൻ റമീസ് സമ്മതിക്കുന്നില്ല. മതം മാറാൻ പറഞ്ഞു, മതം മാറാമെന്ന് പറഞ്ഞു. അപ്പോഴും മതം മാറിയാൽ പോരാ, ഈ വീട്ടിൽ തന്നെ നിൽക്കണം എന്ന് നിർബന്ധിച്ചു. ചെയ്ത കുറ്റൊന്നും സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, ആ തെറ്റുകളൊക്കെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഞാൻ പോകുന്നു എന്നാണ് ആത്മഹത്യക്കുറിപ്പ് പറയുന്നത്. ഇതൊന്നും സത്യം പറഞ്ഞാൽ ആത്മഹത്യയുടെ കാരണമെന്ന് ചോദിച്ചാൽ ആത്മഹത്യയുടെ കാരണമല്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും.